ഹായ് ഗായ്സ്, ഇത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? യൂട്യൂബ് കാണുന്ന എല്ലാവരും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. ആരും എന്നെ ഒന്ന് ട്രോളരുത്, ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ? നമ്മൾ മാസത്തിലൊന്ന് സ്ഥിരം വിസിറ്റ് ചെയ്യാറുള്ള ഒരു പ്ലേസിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ മണ്ണാർശാല നാഗരാജസ്വാമി ടെമ്പിളിലോട്ടാണ് പോകുന്നത്. നമ്മൾ മാസത്തിലൊന്ന് മസ്റ്റായിട്ട് അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി വണ്ടി ഓടിച്ച് വരുവാണ്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കുറച്ച് ദിവസത്തിന് മുന്നേ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. എനിക്കിപ്പോഴാണ് അതൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ റോഡെല്ലാം ഭയങ്കര മോശമാണ്. ഇപ്പോൾ ഈ റോഡെല്ലാം അത്യാവശ്യം ടാറൊക്കെ ചെയ്ത്, ഇലക്ഷനൊക്കെ അല്ലേ, അതുകൊണ്ടാവും അത്യാവശ്യം ടാറൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പം നല്ല കുഴിയൊക്കെ ആയിരുന്നേ, അപ്പം അതൊക്കെ ഇപ്പം വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മിക്കവാറും ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിടയ്ക്ക് മണ്ണാർശാലയിൽ പോകുന്നത്. എനിക്കവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു അമ്പലമാണ്. അവിടെ ഒരു പോസിറ്റീവ് എനർജി. അങ്ങനെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് അങ്ങനെ നമ്മൾ നമ്മുടെ മണ്ണാർശാല അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊരു ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ പോയത്. 2 ഞായറാഴ്ചയ്ക്ക് മുന്നേ എങ്ങാണ്ടാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു അന്ന്. ഞായറാഴ്ചയായിരുന്നു. പിന്നെ ഒരു മലയാള മാസം 1-ാം തീയതിയും കൂടെ ആയിരുന്നു അന്ന്. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അതിനേക്കാളും നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ തൊഴുതിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അവിടെ തണലുള്ള ഒരു പ്ലേസ് നോക്കിയിട്ടാണ് അവിടെ നിന്നാണ് നമ്മൾ എടുത്തത്. അവിടെ പിന്നെ കുറേ കസേരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നറിയത്തില്ല, ഞങ്ങളവിടെ ഇരുന്നൊന്നുമില്ല, ആരും അവിടെ ഇരിക്കുന്നതായിട്ടൊന്നും കണ്ടില്ല. കുറേ കസേരയൊക്കെ അവിടെ കിടക്കുന്നത് കണ്ടു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഇവിടെ ഫുള്ളും മരങ്ങളാണ്. പക്ഷേ മരം ഉണ്ടായിട്ടും നല്ല ചൂടാണ്. നല്ല ചൂടും വെയിൽ. സത്യം പറഞ്ഞാൽ നല്ലപോലെ ക്ഷീണിച്ച് പോയി. ഇതുവരെയും പോയതുപോലല്ല. കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഈ ചൂട് ടൈമിലൊക്കെ അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നു മണ്ണാർശാല. പക്ഷേ അതിനെയൊക്കെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ടയേർഡായൊരു പ്രാവശ്യമായിരുന്നു ഈ മാസം. അപ്പം ഇനി അടുത്ത മാസം പോകുമ്പം ഇതിനേക്കാളും ചൂടായിരിക്കും. അപ്പം നമ്മൾ അവിടെ എല്ലാം കറങ്ങി നടന്ന് തൊഴുതു. സാധാരണ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഫുഡ് പോലും കഴിക്കാൻ നിന്നില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. കണ്ടോ, നമ്മൾ ആ സ്ഥലത്തോട്ടൊക്കെ കയറുമ്പോഴത്തേക്കും അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ വീഡിയോസൊക്കെ നമ്മൾ ചെറുതായിട്ട് എടുത്തു. പിന്നെ എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ളവർ ആയിരിക്കുമല്ലോ മിക്കവാറും എല്ലാവരും. ഇവിടെ നിറയെ മരങ്ങളാണ്. പക്ഷേ മരങ്ങളുണ്ടെങ്കിലും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല ചൂടാണ്, ഒരു രക്ഷയില്ലാത്തൊരു ചൂടാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മളങ്ങനെ പോയി എല്ലായിടവും നടന്ന് നമ്മൾ തൊഴുതു. ഫസ്റ്റായിട്ട് നമ്മളവിടെ എല്ലാം, എനിക്ക് വളരെ ഇഷ്ടമാണ് എനിക്കവിടെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതവിടെ വിസിറ്റ് ചെയ്യാറുണ്ട് എല്ലാ മാസവും. ഇനി നമ്മൾ നടന്ന് അങ്ങനെ നമ്മുടെ കുളത്തിൻ്റെ അവിടെ എത്തി. ഇതാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ്, ഈ കുളം. അതായത് നമ്മൾ ഇഷ്ടം പോലെ ആമ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം, ഇഷ്ടം പോലെ. അതായത് കുഞ്ഞു പൊടി പ്രായത്തിലുള്ള ആമ മുതൽ ഒത്തിരി വലുതായിട്ടുള്ള ആമ വരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എത്രത്തോളം വിസിബിളാണെന്ന് എനിക്കറിയത്തില്ല. നല്ല വലിപ്പമുള്ള പിന്നെ ആമകൾ വരെ ആ കുളത്തിലുണ്ട്. വളരെ നല്ല രസമായിരുന്നു. എൻ്റെ ഇപ്പുറത്താണെങ്കിൽ ഒരു കുഞ്ഞു കൊച്ച്, ഒരു 4-5 വയസ്സ് കാണുമായിരിക്കും, 5 വയസ്സ് മിനിമം കാണും. ആ കുഞ്ഞാണെങ്കിൽ ഈ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രസാദമായിട്ട് കിട്ടിയ ഫുഡ് ആമയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ചിലപ്പോൾ കുട്ടിയുടെ അമ്മയ്ക്ക്, അല്ലെങ്കിൽ അമ്മയല്ലായിരുന്നു, അമ്മുമ്മയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പം അമ്മുമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ കുട്ടിയുടെ വീഡിയോ എടുത്തില്ല. പക്ഷേ പിന്നെ അവനത് കൊടുത്തപ്പം എല്ലാ ആമകളും വന്നത് കാഴ്ച കണ്ടപ്പം നല്ല സന്തോഷമായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിവിടെ ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ വന്നിരുന്നു. ഇവിടെ ആണെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ട് അതിനെക്കുറിച്ച് എന്തൊക്കെയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വന്നു. ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല, തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നാൽ ഫുഡൊക്കെ കഴിച്ചത്. കാരണം നല്ല ടയേർഡായിരുന്നു. അതുമാത്രമല്ല, നമ്മളൊരു 12 മണിയായപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. രാവിലെ വന്നില്ലായിരുന്നു, അമ്പലത്തിൽ നിന്നൊക്കെ പിന്നെ ഇറങ്ങി. പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, നല്ലോണം ടയേർഡായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ.